അങ്ങനെ ഇതാ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് ഞാനിത് ഒരുങ്ങി നിൽക്കുവാണ്. ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല, എന്നാലും ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി മേക്കപ്പൊക്കെ ചെയ്ത് നിൽക്കുവാണ്. ഞാൻ മാത്രമല്ല, തൊട്ടപ്പുറത്ത് റൂമിൽ നമ്മുടെ കസിൻസ് ഗ്യാങ്ങും കൂടെ റെഡി ആവുന്നുണ്ട്. കുഞ്ഞാവ, മോളൂസ്, ശ്രീമോള്, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്നും പറയാൻ പറ്റില്ല, കുറേ എണ്ണം അവിടെയും ഇവിടെ ആയതുകൊണ്ട് എല്ലാത്തിനും കൂട്ടാൻ പറ്റി. പിന്നെ അശ്വതി ഡ്രസ്സൊക്കെ മാറി സാവധാനം ടാറ്റിൻ്റെ കൂടെ വരും കേട്ടോ. അപ്പോൾ അവരങ്ങനെ വരട്ടെ, ഞങ്ങൾ 4 പേരും നേരത്തെ ഒരുങ്ങി ഇറങ്ങിയത്. ഇത്രയും ഒരുങ്ങി ഇറങ്ങിയിട്ട് നമ്മൾ അവിടെ എത്തിയപ്പോഴേക്കും നമ്മുടെ കോലയൊക്കെ ആകെ മാറി, കാറ്റടിച്ചിട്ട് മുടിയെല്ലാം നാശകോശമായി എല്ലാ എണ്ണത്തിൻ്റെയും. പക്ഷേ അതിൻ്റെ അഹങ്കാരമൊന്നും നമുക്കില്ല. അങ്ങനെ നമ്മളെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ടാറ്റൻ അശ്വതിനെയും കൂട്ടിയിട്ട് ബൈക്കിൽ വേറെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വീണ്ടും ഞങ്ങൾ തെണ്ടാനിറങ്ങി. നമ്മളങ്ങനെ തെണ്ടി രാത്രിയായി കേട്ടോ. രാത്രിയായി നമ്മൾ ഫുഡ് കോർട്ടിലേക്ക് പോയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല. അവിടെ നിന്ന് നേരെ നമ്മൾ SM സ്ട്രീറ്റിലേക്കാണ് പോയത്. അവിടെ ഒന്ന് തിരിഞ്ഞ് ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തി നമ്മളിത് ഹോട്ട് ചോക്ലേറ്റിൻ്റെ അവിടേക്ക് വന്നിരിക്കുകയാണ്. ഇതൊക്കെ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ ഞാൻ അവിടെ പോയാൽ നന്നായിട്ട് മിസ് ചെയ്യും. ഫുഡ് മാത്രമല്ല കേട്ടോ, ഞാൻ എൻ്റെ കസിൻസിനെയും മിസ് ചെയ്യും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത്രയും നേരം കുത്തിക്കയറ്റി എൻ്റെ കൊടുത്ത് ഇതോടെ കുത്തിക്കയറ്റി ഞങ്ങൾ വീട്ടിലേക്ക് പോയി.